നല്ലൊരു ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാവുന്നത്. കുറേ പേരൊക്കെ എന്നോട് ചിക്കൻ പാസ്ത ഉണ്ടാക്കാനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് മിക്സ് ആയിട്ടുള്ള പാസ്ത എടുത്തിട്ടുണ്ട്. ഞാനിത് നമുക്ക് പാസ്ത ഉണ്ടാക്കുമ്പം തന്നെയുള്ള മക്കറോണി ആണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ നീളത്തിലുള്ള പാസ്ത ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനൊന്ന് മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇത് സ്റ്റിക്കി ആകാതെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം, അത് നമുക്ക് കാണിക്കാം. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ഇത് ചെറിയ പീസാക്കി നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലിയ പീസ് എടുക്കല്ല്, ചെറിയതായിട്ട് നമ്മൾ നല്ലപോലെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി ബോൺലെസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പാസ്തയൊക്കെ ഫോർക്കൊക്കെ പിടിച്ച് പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ എല്ല് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ബോൺലെസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് വെജിറ്റബിളൊക്കെ ചേർക്കാം. ഞാനിച്ചിരി കൂടുതൽ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. പാസ്തയുടെ കൂടെ ആകുമ്പം പിള്ളേർക്ക് നല്ലതുപോലെ വെജിറ്റബിൾ കഴിച്ചോളും. ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ക്യാരറ്റാണ്. ഇതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതുണ്ട് കട്ടി കുറച്ച് വേണം അരിയാൻ. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും അല്ല വേവിപ്പിക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ക്യാരറ്റ്. പിന്നെ ഒരു സവോള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് അരിയുണ്ട്. നമ്മൾ ഇത്തിരി ഒരു വലുതായിട്ട് തന്നെ കുഴപ്പമില്ല. ഒരു തക്കാളിയാണ് അതും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കതിന് ഞാൻ ഈ റോസ്മേരി ഓറിഗാനോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ പാസ്തയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരു ചെറുതായിട്ട് ഇട്ടാൽ മതി, നമ്മളൊരു 1/2 ടീസ്പൂൺ വെച്ചിട്ടാൽ മതി. ഇതെല്ലാം കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓറിഗാനോ ആണ്. പിന്നെ ഇത് റോസ്മേരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഹെർബ്സാണ്. ഇത് ഇടുവാണെങ്കിൽ പാസ്ത ഐറ്റത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോയാ സോസ് വേണം. പിന്നെ നമ്മൾ ചില്ലി സോസാണ് ഇടുന്നത്. ചില്ലി സോസ് 1 സ്പൂൺ ഒഴിക്കാം. പിന്നെ ടൊമാറ്റോ സോസ് നമുക്ക് 1 സ്പൂൺ ഒഴിക്കണം. മസാലയായിട്ട് ഒരു ചെറിയ 1/2 സ്പൂൺ മുളക് പൊടി ഇടണം. ഇച്ചിരി മഞ്ഞൾ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്. നമുക്ക് ആദ്യം ഈ പാസ്ത ഒന്ന് നമുക്ക് വേവിപ്പിച്ചൊന്ന് തണുത്ത വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാസ്ത ഉണ്ടാക്കാൻ സമയത്ത് വെള്ളം ഇത്തിരി കൂടുതൽ നമ്മൾ എടുക്കണം. കുറച്ച് വെള്ളമാണെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ വേണം വേവിപ്പിച്ചെടുക്കാൻ. ഞാനിപ്പോൾ നല്ലതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞ് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കും, അതിനാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ആദ്യം തന്നെ പാസ്തയിലിടാം. അപ്പം പാസ്തയ്ക്ക് ഒരു വെള്ളച്ചോവ് വരാതെ നല്ലതുപോലെ പാസ്ത വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ പാസ്ത ഇടാം. ഇതൊരു 7-8 മിനിറ്റ് ആകുമ്പോൾ പാസ്ത വെന്ത് നല്ല കണക്കാകും. നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ ഇടുന്ന ഈ യെല്ലോ കളറല്ല, പാസ്ത വെന്ത് കഴിയുമ്പോൾ നല്ല ഒരു വൈറ്റ് കളറും ആകും. പിന്നെ നമ്മൾ ഞെക്കി നോക്കിയാൽ നല്ലതുപോലെ കൈ കൊണ്ട് അങ്ങ് മുറിഞ്ഞു പോകുന്ന പാകമാകും. അപ്പോൾ നമുക്കിതൊരു 5-8 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് നല്ലതുപോലെ കിട്ടും. നമുക്കിത് വേവിക്കാൻ വെക്കാം. ഈ പാസ്ത വേകുന്ന സമയത്തിന് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കനകത്ത് ഒരിച്ചിരി ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വേണ്ട. നമ്മൾ ഇത്തിരി ചിക്കൻ്റെ മീറ്റുകളൊക്കെ ഒന്ന് നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് ഇട്ടാൽ മതി. വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്ത് ഭയങ്കര അങ്ങ് കട്ടിയായി പോകരുത്. സ്ലോയിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കന് ചെറിയ പീസല്ലേ, വെളുപ്പൊന്ന് വെന്ത് കിട്ടും. പാസ്ത ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പാസ്ത വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിക്കാകും. അന്നേരം നമ്മൾ ചോട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പാസ്ത ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പാസ്തയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം. അതുണ്ടാവും യെല്ലോ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിലൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഇത് വെന്തോന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഊറ്റിയെടുക്കാൻ പോകുന്നത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചത് കൊണ്ട് കണ്ടോ ഒന്നത്തിൽ തൊടാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇത് അതിൻ്റെ കറക്റ്റ് പാകം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കി ഈ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം. അപ്പോൾ പാസ്ത ഒട്ടിപ്പോകാതിരിക്കും. ഞാൻ ഊറ്റിയിട്ട് വെക്കാം. ചിക്കനും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഇത് ചിക്കൻ ആദ്യം മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ബാക്കി വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കനെല്ലാം ഇതിനകത്തൊന്ന് മാറ്റിയെടുക്കാം. ചിക്കൻ എടുത്ത എണ്ണയിലോട്ട് തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് വെച്ചിരിക്കുന്നത്. പേസ്റ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതൊന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കി കളയണ്ട, മൂത്ത് ഒത്തിരി പോകണ്ട. നല്ലൊരു പച്ചമണം മാറുന്ന ആ സമയമാകുമ്പോൾ മതി. പാസ്തയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്നും മൂത്തില്ല, വായിൽ വെളുത്തുള്ളിയുടെ മണമൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതുപോലെ മൂത്താൽ മതി, ഒത്തിരി മൂത്ത് കളയണ്ട. നമ്മൾ ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം. ആദ്യം ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വഴഞ്ഞിട്ട് വെജിറ്റബിൾ നമുക്ക് ചേർക്കാം. ഉള്ളി ഒരു വിധം വഴന്നിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും ഈ തക്കാളിയും ചേർക്കാം. ക്യാപ്സിക്കം ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്, അതിൻ്റെ കളറൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞളും ഇത്തിരി ഉപ്പും കൂടി വെജിറ്റബിളിന് വേണ്ടിയിട്ട് ചേർക്കാം. നമുക്ക് കുറച്ച് ചേർത്താൽ മതി, എല്ലാവരുടെ എരിവൊക്കെ അനുസരിച്ച് ചേർത്താൽ മതി. ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞളും ചേർക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഇച്ചിരി വെജിറ്റബിളിന് വേണ്ടി ഉപ്പും കൂടി ഇടാം. നമ്മൾ പാസ്ത ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഒത്തിരി ഇട്ട് പോകുമല്ലോ. കുറച്ച് ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചേർക്കാവുള്ളൂ. പിന്നെ നമുക്കൊരു ലിഡ് വെച്ചൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇപ്പോൾ ചേർക്കാം. നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറണം, മുളകിൻ്റെ അല്ലേ, അതുകൊണ്ട് നമുക്കിപ്പോൾ അതുകൂടെ ചേർക്കാം. ആദ്യം ഇട്ടാൽ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഗ്രീൻ കളറൊക്കെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാതെ പിറകെ ഇട്ടത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ബീൻസ് ചേർക്കേണ്ടവർക്ക് ബീൻസ് ചേർക്കാം. ഗ്രീൻ പീസ് കയ്യിലുള്ള നമ്മൾ എന്നെ വെജിറ്റബിൾ നമ്മുടെ കയ്യിലുള്ള അത് ചേർക്കാം. ഇതൊരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെച്ച് ഇളക്കണം, എന്നാലേ ആ ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കാം. വെജിറ്റബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ചിക്കൻ ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിതുണ്ട് പാസ്ത നല്ലതുപോലെ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പാസ്ത ചേർക്കാം. ഇപ്പം പാസ്തയൊക്കെ നല്ലതുപോലെ ഒന്നേത്തെ തൊട്ടിട്ടില്ല, നല്ല കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ സോസൊക്കെ ചേർക്കാം. ആദ്യം ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. കെച്ചപ്പൊക്കെ ആവശ്യമനുസരിച്ച് ചേർക്കാം, കൂടുതൽ വേണ്ടിയവർ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഇപ്പോൾ ചേർത്തത്. ഇത് റെഡ് ചില്ലി സോസാണ്. നമ്മൾ ഒരുപാട് എരിവായി പോകാതെ നോക്കണം, അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇതൊരു ചെറിയ സ്പൂൺ നമുക്ക് ചേർക്കാം. സോയാ സോസ് 1/2 സ്പൂൺ ചേർക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ ഓരോന്നും നമ്മൾ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ചല്ല കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ കെച്ചപ്പോ സോയാ സോസോ ഒക്കെ ചേർക്കണമെങ്കിൽ അവനവൻ്റെ ആവശ്യമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഒറിഗാനോ റോസ്മേരിയും ചേർക്കുകയാണ്. ഈ റോസ്മേരി അധികം ചേർക്കണ്ട, നമ്മൾ ഉപ്പിടുന്ന പോലെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇട്ടാലും മതി, അത്രയും മതിയാവും. ഒറിഗാനോ ആണ്, അതും ഇത്തിരി ചേർക്കാം. പാസ്തയ്ക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ എന്നാ വേണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പിന്നെ ചേർക്കാൻ പറ്റും. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ അതുകൂടെ ചേർക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ വേവിപ്പിച്ചിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിനി വേവാനൊന്നുമില്ല. എല്ലാം മിക്സ് ചെയ്തൊന്ന് 2-3 മിനിറ്റ് ഒന്നൊന്ന് ഇളക്കിയാൽ പാസ്തയിലൊക്കെ ഈ മസാല പിടിക്കും. അത് കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം.
പാസ്ത നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.